നമസ്കാരം. പ്രധാന വാർത്തകൾ. കായംകുളം ഏരിയ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി CPM വിട്ടു. പാർട്ടി പ്രവർത്തനം നിർത്തുകയാണെന്ന് CPM കായംകുളം ഏരിയ കമ്മിറ്റി അംഗം പ്രസന്നകുമാരി. CPMൽ നേരിടുന്നത് കടുത്ത ആക്ഷേപവും അവഗണനയുമാണെന്നും ഇനിയും ഇത് സഹിക്കാൻ സാധിക്കില്ലെന്നും പ്രസന്നകുമാരി പറഞ്ഞു. 3 വർഷമായി പാർട്ടിയിൽ അവഗണന നേരിടുകയാണെന്നും പരാതിപ്പെട്ടിട്ടും പരിഹാരമുണ്ടായില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. 15 വർഷം CPM പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പ്രസന്നകുമാരി. താൻ പോരുമയാണ് പാർട്ടി നേതാക്കളുടെ മനോഭാവം. നേതാക്കൾക്കുള്ളത് സ്വന്തം താല്പര്യം മാത്രമാണ്. 3 വർഷമായി പാർട്ടിയിൽ അവഗണന നേരിടുന്നു. പരാതി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല. തന്നെ കള്ളക്കേസിൽ കുടുക്കിയത് ബിബിൻ BJPയിൽ പോയതിന്റെ പ്രതികാരത്തിലാണ്. താൻ പരാതിക്കാരിക്കൊപ്പം താമസിച്ചിട്ട് പോലുമില്ലെന്നും പ്രസന്നകുമാരി വ്യക്തമാക്കി. CPM വിട്ട് BJPയിൽ ചേർന്ന ബിബിൻ C ബാബുവിന്റെ മാതാവാണ് പ്രസന്നകുമാരി. ദേവേന്ദ്ര ഫട്നാവിസ് അധികാരത്തിലേറി. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മോദി അടക്കം പങ്കെടുത്തു. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് 3ാം വട്ടവും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറി. ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും NCP നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അമിത്ഷാ, പ്രമുഖ വ്യവസായി മുകേഷ് അംബാനി, മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ അടക്കം ബോളിവുഡ് താരങ്ങളും മുംബൈ ആസാദ് മൈതാനിയിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു. ഇവർക്കൊപ്പം NDA ഭരിക്കുന്ന 9 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കാളികളായി. പുഷ്പ 2 റിലീസിനിടെ യുവതി മരിച്ച സംഭവം. അല്ലു അർജുനെതിരെ കേസെടുക്കും. ഇന്ന് റിലീസ് ചെയ്ത പാരന്റിൻ ചിത്രം പുഷ്പ 2വിന്റെ പ്രീമിയറിനിടെ ഉണ്ടായ ദുരന്തത്തിൽ നടൻ അല്ലു അർജുനെതിരെ കേസെടുക്കും. അല്ലു അർജുനും സെക്യൂരിറ്റി ടീമിനും സന്ധ്യ തിയേറ്റർ മാനേജ്മെന്റിനുമെതിരെയാണ് കേസ്. ദുരന്തത്തിൽ രേവതി എന്ന യുവതി മരിച്ചിരുന്നു. രേവതിയുടെ ഭർത്താവ് നൽകിയ പരാതിയിലാണ് ചിക്കട്പള്ളി പോലീസ് കേസെടുത്തത്. അല്ലു അർജുൻ തിയേറ്ററിൽ എത്തുമെന്ന് തിയേറ്റർ മാനേജ്മെന്റിന് നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടും ആ വിവരം പോലീസിനെ അറിയിച്ചത് അവസാന നിമിഷമാണെന്നും പോലീസ് ആരോപിച്ചു. അല്ലു അർജുന്റെ സെക്യൂരിറ്റി ടീം സ്ഥലത്ത് വൻതോതിൽ ഉന്തും തള്ളുമുണ്ടാക്കിയെന്ന് ഹൈദരാബാദ് സെൻട്രൽ സോൺ DCP പറഞ്ഞു. പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റേത് കൊലപാതകം. ദുരൂഹത നീങ്ങി. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ, ഭർത്താവ് ഉബൈസ്, പൂച്ചക്കാട് സ്വദേശിനി അസ്നിഫ, മധൂർ സ്വദേശി ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിച്ച് നൽകാമെന്ന് പറഞ്ഞാണ് അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് പ്രതികൾ മന്ത്രവാദം നടത്തിയതെന്ന് പോലീസ് പറയുന്നു. സ്വർണം മുന്നിൽ വെച്ചായിരുന്നു മന്ത്രവാദം. ഈ സ്വർണം നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് കൊലപാതകം. 596 പവൻ സ്വർണമാണ് മന്ത്രവാദ സംഘം തട്ടിയെടുത്തത്. ആ ഭാഗ്യശാലി ഇവിടെയുണ്ട്. 12 കോടിയുടെ പൂജാ ബമ്പർ അടിച്ചത് കരുനാഗപ്പള്ളി സ്വദേശിക്ക്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ പൂജാ ബമ്പർ 1ാം സമ്മാനം അടിച്ചത് കരുനാഗപ്പള്ളി സ്വദേശിക്ക്. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ദിനേഷ് കുമാർ എന്നയാൾക്കാണ് സമ്മാനം അടിച്ചത്. കൊല്ലത്തെ ജയകുമാർ ലോട്ടറീസിൽ നിന്ന് എടുത്ത 10 ടിക്കറ്റുകളിൽ ഒന്നിനാണ് 12 കോടി അടിച്ചത്. ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്നാണ് ദിനേഷ് കുമാർ ലോട്ടറി എടുത്തത്. കോടതി ഉത്തരവ് കോടതിക്ക് മുന്നിൽ ലംഘിച്ച CPM. ഏരിയ സമ്മേളന സ്റ്റേജ് കെട്ടിപ്പൊക്കിയത് റോഡിൽ. പാളയം ഏരിയ സമ്മേളനത്തിന് CPM സ്റ്റേജ് കെട്ടിയത് വഴി തടഞ്ഞ്. തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് സംഭവം. ഏരിയ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിനായി സ്റ്റേജ് റോഡിന്റെ ഒരു വശം പൂർണ്ണമായി തടഞ്ഞാണ് കെട്ടിയത്. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പൊതുസമ്മേളനങ്ങൾ വിലക്കിയുള്ള കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് വഞ്ചിയൂർ കോടതിക്ക് മുന്നിൽ തന്നെ റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് നിർമ്മിച്ചത്. ട്രെയിനിൽ വെച്ച യുവതിയോട് അപമര്യാദയായി പെരുമാറി. CIക്കെതിരെ കേസ്. ട്രെയിനിൽ വെച്ച സഹയാത്രികരോട് അപമര്യാദയായി പെരുമാറിയ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്കെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തു. പാലക്കാട് അഗളി CI അബ്ദുൾ ഹക്കീമിനെതിരെയാണ് നടപടി. സഹയാത്രക്കാരിയായ യുവതിയെ കടന്നുപിടിച്ചെന്നാണ് പരാതി. കൊല്ലത്ത് നിന്ന് പാലരുവി എക്സ്പ്രസിൽ യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം. ട്രെയിൻ എറണാകുളത്തെത്തിയപ്പോൾ പരാതിക്കാരിയായ യുവതി തന്നെയാണ് ഇക്കാര്യം റെയിൽവേ പോലീസിനെ അറിയിച്ചത്. പ്രതിയുടെ ചിത്രവും അന്ന് തന്നെ ഫോണിൽ എടുത്തിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് CIയാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞത്. പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെ ജാക്ക് ഹാമർ നെഞ്ചത്ത് തുളച്ചു. വയോധികന് ദാരുണാന്ത്യം. പഴയ കെട്ടിടം പൊളിക്കുന്നതിനിടെ ജാക്ക് ഹാമർ നെഞ്ചത്ത് തുളച്ചു കയറി കൊടുമൺ സ്വദേശിക്ക് ദാരുണാന്ത്യം. കൊടുമൺ കളിയിക്കൽ ജെയിംസ് ആണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 11:30 നെടുമൺകാവിലുള്ള പഴയ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഭാഗം പൊളിക്കുന്നതിനിടെ താഴെ വീണ ജെയിംസിന്റെ നെഞ്ചിൽ മെഷീൻ തുളച്ചു കയറുകയായിരുന്നു.
കാപ്പ പ്രതിയെ വിട്ടയച്ചില്ലെങ്കിൽ സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കും. ഫോൺ സന്ദേശത്തിന് പിന്നാലെ സിഐക്ക് കുത്തേറ്റു. ഗുണ്ടകളുടെ ആക്രമണത്തിൽ ഒല്ലൂർ സിഐ ഫർഷാദിന് കുത്തേറ്റു. അഞ്ചേരി അയ്യപ്പൻകാവ് ക്ഷേത്രത്തിനടുത്ത് കാപ്പ പ്രതിയെ പിടിക്കാനെത്തിയപ്പോഴാണ് കുത്തേറ്റത്. മാരിമുത്തു എന്ന ഗുണ്ടയാണ് ആക്രമിച്ചത്. കാപ്പ പ്രതിയെ വിട്ടയച്ചില്ലെങ്കിൽ സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ ഫോൺ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ മാരിമുത്തുവിനെ അറസ്റ്റ് ചെയ്യാൻ പോയതായിരുന്നു സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം. ഈ സമയത്താണ് ആക്രമണം ഉണ്ടായത്. മാരിമുത്തു അടക്കം 3 പേർ കസ്റ്റഡിയിലാണ്. കൈക്കാണ് സിഐക്ക് കുത്തേറ്റത്. ആരോഗ്യനില തൃപ്തികരമാണ്. കളർകോട് അപകടം. ഉറ്റവരെ കണ്ണീരിലഴ്ത്തി ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചു. ആലപ്പുഴ കളർകോടുണ്ടായ അപകടത്തിൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടി മരിച്ചു. എടത്വ പള്ളിച്ചിറ സ്വദേശി ആൽവിൻ ജോർജാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ എറണാകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് മാറ്റിയിരുന്നു. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയത്. എന്നാൽ ചികിത്സയിലിരിക്കെ ഇന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇതോടെ അപകടത്തിൽ മരണം 6 ആയി.